വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് നല്ല കിടിലനൊരു ഷവർമ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ അതിന് ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നടുക്കൂടെ ഒന്ന് മുറിച്ചിട്ട് ഇതുപോലൊരു പീസാക്കിയിട്ട് നന്നായിട്ട് ഞാനിങ്ങനെ കുത്തി കൊടുക്കുക. നമ്മൾ ഈ മീനൊക്കെ വരഞ്ഞു കൊടുക്കത്തില്ലേ, അതുമാതിരി കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പും സോയ സോസും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ നാരങ്ങാനീര്, ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ അഡീഷണൽ മസാലാസിൻ്റെ ഒന്നും ആവശ്യമില്ല, ശരിക്കുമില്ല. ഇത് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പം ഇതിനകത്ത് ഈ ചിക്കൻ വറക്കണം, നമ്മളിതിൻ്റെ കുബൂസ് അതുണ്ടാക്കണം, മയണൈസ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എടിപിടിയെന്നൊരു 1 മിനിറ്റ് വീഡിയോയിൽ ഇങ്ങനെ ഒതുക്കിയപ്പോഴത്തേക്കും ഭയങ്കര സ്പീഡ് കൂടിപ്പോയി. അപ്പോൾ എൻ്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞു അതങ്ങോട്ട് മനസ്സിലായില്ല, നീ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നെങ്കിൽ അതൊന്നും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടത് കേട്ടോ. അപ്പം ഈ നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചത് ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ ഒരു 30 മിനിറ്റ് അങ്ങ് വിട്ടേക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ ഒരു പാത്രം എടുത്തിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അത്രയും തന്നെ ഈസ്റ്റും ചേർത്ത് ഒരു ഇളം ചൂടുവെള്ളം 1/2 കപ്പ് അത്രയും ചേർത്ത് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചങ്ങോട്ട് വെക്കുക. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20-30 മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് തുറന്ന് നോക്കാം. 10 മിനിറ്റ് ഒന്നും കഴിഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് സെറ്റ് ആകത്തില്ല. 10 മിനിറ്റ് എന്നാണ് പൊതുവേ പറയാറ്, പക്ഷേ 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് നന്നായിട്ട് പതഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി ചേർക്കാവുന്നതേ ഉള്ളൂ. അതിനകത്തേക്ക് ഉപ്പും ചേർത്ത് ആദ്യം നന്നായിട്ട് നമ്മുടെ ആ മിക്സ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഈ പുട്ടിനൊക്കെ കുഴക്കത്തില്ലേ, അതുമാതിരി ഒന്ന് കട്ടയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തു. അതിനുശേഷമാണ് ഇതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് നമുക്ക് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുത്തത്. അങ്ങനെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത് ഒരു മൂടി വെച്ച് അടച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചു. ഈ മാവ് ഡബിളാവും കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്കും ഈ മാവ് ഡബിളാവും. അപ്പോഴത്തേക്കും നമുക്ക് ചീഞ്ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ എടുത്തിങ്ങിടാം. എന്ത് സാറ്റിസ്ഫൈങ് ആ സൗണ്ട് അല്ലേ, എണ്ണയിലേക്ക് ചിക്കനും മീനും ഒക്കെ ഇടുന്ന സൗണ്ടോ. എൻ്റെ പൊന്നെ, ഭയങ്കര മണവുമാണ്, ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് സൗണ്ടുമാണ് അല്ലേ. അങ്ങനെ നമുക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ടിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് മൊരിച്ച് ഇങ്ങോട്ട് എടുക്കാം. അപ്പം അതിനും സമയമെടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഷവർമയ്ക്ക് വേണ്ടുന്ന മയണൈസ് ഉണ്ടാക്കാം. അതിന് 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം പഞ്ചസാര, പിന്നെ അതിനകത്തേക്ക് ഒരു ഫുൾ മുട്ടയും പിന്നെ ഒരു മുട്ടയുടെ വെള്ളയും കൂടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. പിന്നെ നമ്മുടെ നോർമൽ നമ്മുടെ ഫ്ലേവേർഡ് അല്ലാത്ത ഈ മണമില്ലാത്ത നമ്മുടെ ഓയിൽ, ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതിട്ട് ആദ്യം ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തു. പിന്നെ അതിനുശേഷം നല്ലോണം തിളപ്പിച്ചരച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ കിട്ടും. അടിപൊളി മയണൈസ് സെറ്റ്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിനെ നന്നായിട്ട് ഇങ്ങനെ കൊത്തി ചെറിയ ചെറിയ പീസാക്കുകയാണ്. നമുക്ക് ഷവർമയ്ക്കകത്ത് ഇടാൻ പാകത്തിന് ഉള്ള ചെറിയ ചെറിയ പീസാക്കുകയാണ് ഇതുപോലെ. പിന്നെ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ക്യാബേജ് കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർക്കാം. എൻ്റെ കയ്യിൽ ക്യാബേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മയണൈസ് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനെ ആ പണിയും തീർന്നു. ഇനി നമുക്ക് നമ്മുടെ മാവ് നോക്കാം. എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ. നമ്മുടെ മാവ് 2-3 ഒക്കെ ഇരട്ടിയായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് നന്നായി വർക്ക് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ സക്സസ്ഫുള്ളായി എന്നതാണ് അതിൻ്റെ വേറൊരു അർത്ഥം. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ട് നല്ല മയമാണ് കേട്ടോ ഈ മാവിന്. നമ്മൾ വേണമെങ്കിൽ നമുക്കിതുകൊണ്ട് വെറുതെ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പിന്നെ എപ്പോഴും ഈസ്റ്റ് യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ലാത്തതുകൊണ്ട് വേണ്ട. അപ്പം നമുക്കിങ്ങനെ അങ്ങോട്ട് ചെറിയ ബോൾസായിട്ട് അങ്ങോട്ട് ആക്കി കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് നമുക്ക് ഡ്രൈ പൗഡറിൽ മുക്കിയിട്ട് ഈ നമ്മുടെ ചപ്പാത്തിയുടെ പലകയെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് ആർജിച്ചെടുത്തൊരു സ്കില്ലാണ്. ഇങ്ങനെ വട്ടത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒന്നും എടുക്കാതെ നല്ല വട്ടത്തിൽ ഇങ്ങോട്ട് ചപ്പാത്തി പരത്തിയെടുക്കുന്നൊരു സ്കില്ല്. ചെറുപ്പം മുതലേ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും മിക്കപ്പോഴും ചപ്പാത്തി ആയിരിക്കും. എല്ലാവർക്കും ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ചപ്പാത്തിയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പരത്തിയും ചുട്ടും ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ ചപ്പാത്തി പരത്തി അങ്ങോട്ട് ചുട്ടിങ്ങോട്ട് എടുത്തിട്ട് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ വേറൊരു പണി കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ആ ചിക്കൻ്റെ പീസസ് ഇല്ലേ, അത് നമുക്ക് മയോണൈസും ക്യാബേജും കൂടെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച് അതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം മയോണൈസും ക്യാബേജോടുള്ള മിക്സ് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചിക്കൻ ഇട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിത് മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് നമ്മുടെ നമ്മുടെ കുബൂസ്, അപ്പോൾ അത് അങ്ങോട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ മിക്സ് അങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുത്തു.
അങ്ങനെ ഓരോന്നും റോൾ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കര സന്തോഷം കൊണ്ടൊരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനും ഇതൊക്കെ കിട്ടത്തില്ല, ആ ഒരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ മൂന്നെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. മൂന്നെണ്ണം ഇങ്ങനെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്കും ഒരു വലിയൊരു പണി കഴിഞ്ഞു. ശരിക്കും നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇതിന് ഒരുപാട് സമയം എടുത്തു എന്ന്. ഇപ്പം ഓരോന്നും ഇത്ര സമയം വെക്കണം ഇത്ര സമയം വെക്കണം എന്ന് പറയുമ്പം അതിന് ഒരുപാട് ടൈം എടുത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷേ ഇല്ല കേട്ടോ, ഇത് ഈസിയാണ്. പിന്നെ 3 സാധനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് വേണം, അത്രേ ഉള്ളൂ. അല്ലാതെ വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.